ദിവികാരുണ്യ സ്തുതിയായിരിക്കട്ടെ. സഭ ജീവൻ സ്വീകരിക്കുന്നത് കുർബാനയിൽ നിന്നാണ്. ഈ സഭയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രോജക്റ്റ്, കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ മുഴുവനും നമ്മൾ നോക്കിയാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭയോട് ബന്ധപ്പെട്ടുള്ള വായനയിൽ നാം ധ്യാനാത്മകമായി ഒന്ന് വ്യാപരിച്ചാൽ നമുക്കൊരു കാര്യം പിടികിട്ടും. പരിശുദ്ധ കത്തോലിക്ക സഭ ദൈവത്തിൻ്റെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ പത്രോസിൻ്റെ അധരത്തിലൂടെ ഒരു വെളിപാട് വെളിപ്പെടുത്തിയപ്പം ഈശോ പറയുന്നുണ്ട്, മാംസരക്തങ്ങളല്ല സ്വർഗീയ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. അടുത്ത വചനം പറയാണ്, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ് എങ്കിൽ ഈ കത്തോലിക്ക സഭയുടെ ജീവൻ, അതിനെ ജീവനുള്ളതാക്കി മാറ്റുന്നത് പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മുഴുവനും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം, പരിശുദ്ധ കുർബാനയില്ലാത്തൊരു സഭയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. ഈ ഒരു ആത്മീയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞത്, പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്, പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ അടയാളമാണ്, പരിശുദ്ധ കുർബാന ഉപവിയുടെ ഉടമ്പടിയാണ്. 3 സുപ്രധാനമായ കാര്യങ്ങൾ. കുർബാനയോട് ബന്ധപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ ഒരു നിർവചനമാണിത്. പരിശുദ്ധ കുർബാന സ്നേഹം ഇങ്ങനെ ഉറഞ്ഞുകൂടി അത് കുർബാനയായി മാറി. ഐക്യത്തിൻ്റെ അടയാളമാണ്. അത് കലഹത്തിൻ്റെ അല്ല, അത് ശത്രുതയുടെ അല്ല, അതാരെയും തോൽപ്പിക്കാനല്ല, അത് തോൽക്കാൻ മാത്രം തയ്യാറായിട്ടുള്ള ഒന്നാണ്. വീണ്ടും കൃത്യതയോടുകൂടി പറയുകയാണ്, ഇത് ജീവിക്കേണ്ടതാണ്, ഉപവിയുടെ ഉടമ്പടിയാണ്. ഓരോ പരിശുദ്ധ കുർബാനയും ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് വിളിച്ചു പറയുകയാണ്, സഭയുടെ ജീവനാണിത്, ജീവനാടിയാണിത്. അതുകൊണ്ടാണ് എക്ലേസ്യ ദ യുക്രിസ്ത്യ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു, സഭയുടെ ഐക്യത്തിൻ്റെ കൂദാശയായ അടയാളമായ ദിവികാരുണ്യം ജീവൻ പ്രദാനം ചെയ്യുന്ന വലിയ ഇടമാണ്. കൂദാശകളുടെ കൂദാശ എന്നാണ് കത്തോലിക്ക സഭയുടെ ഈ വിശുദ്ധ കുർബാനയെ 2-ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചത്. അൽഫോൻസ് ഗ്രിഗോരി പുണ്യവാൻ പറയാണ്, മറ്റു കൂദാശകൾ ദൈവദാനം തരുമ്പോൾ വിശുദ്ധ കുർബാന ദൈവത്തെ നൽകുന്നു. ഞാൻ ആളുകളോടൊക്കെ പറയും, കത്തോലിക്ക സഭയിലെ വിശ്വാസി നീ എത്രയോ ഭാഗ്യപ്പെട്ടവനാണ്. കാരണം മറ്റു മതങ്ങളൊക്കെയും അവർ പൂജിച്ചതും പ്രാർത്ഥിച്ചതുമായ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആളുകളെ തൃപ്തിപ്പെടുത്താൻ, വെഞ്ചരിച്ചതോ പ്രാർത്ഥിച്ചതുമായ ചിലത് കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് പറഞ്ഞു വിടാനായിട്ട് പരിശ്രമിക്കും. കത്തോലിക്കരായ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചവരും യോഗ്യതയോടുകൂടിയിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ദൈവത്തെ തന്നെയല്ലേ സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കണം, 1 കൊറിന്തോസ് 11:27 അയോഗ്യതയോടുകൂടിയിട്ട് ഈ അപ്പം സ്വീകരിക്കുന്നവൻ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുക. അടുത്ത വചനം പറയാണ്, നിങ്ങളിൽ പലരും രോഗികളും ചിലർ മരിക്കാനും കാരണം അയോഗ്യതയോടുകൂടിയിട്ട് സ്വീകരിച്ച പരിശുദ്ധ കുർബാനയാണ്. എന്ന് വെച്ചാൽ ഇത് ജീവൻ്റെ ഇടമാണ്, ജീവൻ പ്രദാനം ചെയ്യുന്ന ഇടമാണ്, ജീവൻ നൽകുന്നവൻ്റെ സാന്നിധ്യമാണ്, നിത്യജീവൻ്റെ അപ്പമാണ്. ഈശോ കൃത്യതയോടുകൂടിയിട്ട് പറഞ്ഞു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല, അവൻ നിത്യം ജീവിക്കും. എന്ന് വെച്ചാൽ യുഗാന്ത്യം വരെ അവർ ജീവിച്ചിരിക്കും എന്നല്ല അർത്ഥം. ആത്മാവിനൊരിക്കലും നഷ്ടമുണ്ടാകാത്ത വിധം ഈ പരിശുദ്ധ കുർബാന ഒരു വ്യക്തിയെ അതുപോലെ പൊതിഞ്ഞ് സൂക്ഷിച്ച് സംരക്ഷിച്ച് അനുഗ്രഹത്തോടുകൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കണം, ഈ കുർബാന എന്ന് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ കൂദാശയും ഐക്യത്തിൻ്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമായ ഇടങ്ങളിൽ അതിങ്ങനെ സ്നേഹിച്ച് കുർബാനയായി മാറുക. ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ പരിഹരിച്ച് വീണ്ടും ജീവനോടുകൂടിയിട്ട് എത്രയോ പേര് സൗഖ്യപ്പെട്ടെന്നറിയാമോ ഈ കുർബാനയുടെ ഈ ഒരു ചൈതന്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ചില ആളുകളൊക്കെ രോഗികളാകുന്നതിൻ്റെ പറഞ്ഞു. ഞാൻ ഓർത്തിരിപ്പുണ്ട് ഒരു ചേച്ചിയെ. ആ ചേച്ചി ഒരു കുടുംബ സമ്മേളനത്തിന് പോയപ്പം കാലൊന്ന് തന്നെ വീണിട്ട് 6-8 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടന്നിട്ടും ഈ അസ്ഥി കൂടുന്നില്ല. വേറെ രോഗങ്ങളൊന്നുമില്ല, പ്രമേഹവും അങ്ങനെയൊന്നുമില്ല. കുറേ ചികിത്സകൾ നടത്തി, ഒരുപാട്. ഒടുവിൽ സങ്കടത്തോടു കൂടിയിട്ട് ഈ കാല് തുടച്ച് കമ്പിയൊക്കെ ഇട്ട് വലിയ വേലിക്കമ്പിയൊക്കെയുമായിട്ട് ചേച്ചി കാണാൻ വന്നപ്പം ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെന്താ പറ്റിയേ? അറിയത്തില്ല ചാ. പിന്നീട് തമ്പുരാൻ ഇങ്ങനെ ഈ ചേച്ചിയുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് നൽകിയൊരു വെളിച്ചം ഇങ്ങനെയായിരുന്നു. ഈ സഹോദരി വിവാഹം കഴിച്ച ജീവിത പങ്കാളി, അദ്ദേഹം ഒരു
അവിഹിത ബന്ധത്തിലുണ്ടായ മകനാണ്. ചരിത്രം ഒന്നും ചേച്ചിക്ക് അറിയില്ല. വലിയ സമ്പത്തൊക്കെ ഉണ്ട്. സത്യത്തിൽ ഒരു സമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വീട്ടിലെ ജോലിക്കാരിയുമായിട്ട് അവിഹിതമായൊരു ബന്ധത്തിൽ ജനിച്ചൊരു മകൻ ചെയ്തൊരു കാര്യം, ഈ മകന് വേണ്ടിയിട്ട് അവർ നല്ല വീടും സൗകര്യങ്ങളും സമ്പത്തും എല്ലാം സെറ്റപ്പാക്കി ഒരു കാലത്തും ഈ രഹസ്യം പുറത്തു വരാതെ അവർ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ കൊണ്ടു നടന്ന് ആ സമയത്ത് ഈ സഹോദരി ഈ ഒരു കാര്യം തിരിച്ചറിയുകയും പിന്നെ രക്ഷപ്പെടാൻ മാർഗമില്ല, ഉപേക്ഷിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ മനുഷ്യനോട് ഭയങ്കര വിരോധം. ഒടുവിൽ തമ്പുരാൻ ഈ സഹോദരിയുടെ രോഗത്തോട് ബന്ധപ്പെടുത്തിയിട്ട് കൃത്യതയോടുകൂടിയിട്ട് വെളിപ്പെടുത്തുന്നൊരു കാര്യം, എന്ന് ഈ ഐക്യത്തിൻ്റെ കൂദാശയോട് എന്നുവെച്ചാൽ ഐക്യപ്പെടാൻ, ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ തീരുമാനമെടുക്കുന്നു, അന്ന് കൃപയൊഴുകാൻ തുടങ്ങും. പിന്നീട് സഹോദരി ഒരു ധ്യാനത്തിനിടയിൽ സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പം എനിക്ക് വളരെ വ്യക്തതയോടുകൂടിയിട്ട് മനസ്സിലായ ഒരു കാര്യം, ഇത് ഐക്യത്തിൻ്റെ അടയാളമാണ്, ഉപവിയുടെ ഉടമ്പടിയാണ്. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇന്നും എന്നും എപ്പോഴും ആവർത്തിച്ച് മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ്. ഇതിങ്ങനെ പുതുജീവൻ പ്രദാനം ചെയ്യുന്ന ഇടമായതുകൊണ്ട് പുതിയ പുതിയ സാധ്യതകളിലേക്ക് പരിശുദ്ധ കുർബാന നമ്മളെ കൊണ്ടുപോകും. ഇന്നിപ്പം നമ്മുടെ സഭയിൽ കുർബാനയോട് ബന്ധപ്പെട്ട് കലഹമുണ്ടായി എന്നതാണ് നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം. മറ്റെന്തിൻ്റെ പേരിലും, സ്വത്തിൻ്റെ പേരിലോ അതിർത്തിയുടെ പേരിലോ സ്ഥാനമാനത്തിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ ഒക്കെ ഉണ്ടാകുന്ന കലഹങ്ങൾ പോലെയല്ല പരിശുദ്ധ കത്തോലിക്കാ സഭയെ വ്യതിരക്തമായി നിലനിർത്തുന്ന, സഭയുടെ ചങ്കും ഹൃദയവുമായ, സഭയുടെ ജീവനാഡിയായ, സഭയുടെ എല്ലാമായ, അതില്ലാതെ പോയാൽ ജീവിതം മുഴുവനും സഭ മുഴുവനും ശിഥിലമാക്കപ്പെടുമെന്നറിയാവുന്ന ഒന്നിനെ അവിടെയാണ് ഇന്ന് നമുക്ക് കെണിപറ്റിയിരിക്കുന്നത്. ഏത് വിധേനയും ഇത് പരിഹരിക്കാത്തിടത്തോളം, എന്ന് വെച്ചാൽ ജീവൻ കിട്ടേണ്ട ഇടത്തുനിന്ന്, ജീവശ്വാസം കിട്ടേണ്ട ഇടത്തുനിന്ന്. യൂറോപ്പിലൊക്കെയുള്ള ഒരു തീരുമാനം, മരുന്നിലും അതുപോലെ ഭക്ഷണത്തിലും മായം കലർത്തിയാൽ ശിക്ഷ കഠിനമാണ്. കാരണം ഒരു മനുഷ്യൻ മരുന്ന് കഴിക്കണത് രോഗം വന്നിട്ടാണ്, ഒരാൾ ഭക്ഷണം കഴിക്കണത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് മായം ചേർക്കുക എന്ന് വെച്ചാൽ അതിന് ശിക്ഷ മറ്റെന്തിനേക്കാളും ഏതിനേക്കാളും കഠിനമാണെന്ന് ഓർമ്മിക്കണം. അതുപോലെയാണ് നമ്മുടെ വെള്ളത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സർവസ്വവുമായ എല്ലാമായ ഈ പരിശുദ്ധ കുർബാനയെ കളങ്കിതമാക്കിയാൽ, ഈ പരിശുദ്ധ കുർബാനയോട് നമ്മുടെ ജീവിതം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കലഹത്തിൻ്റെ, ഭിന്നതയുടെ, ശത്രുതയുടെ, അകലത്തിൻ്റെ ഇടങ്ങളിൽ രൂപപ്പെടുത്തപ്പെട്ടാൽ അതിലും വലിയൊരു ദുരന്തം നമുക്ക് എന്താ വരാനുള്ളത്? അതുകൊണ്ട് കൃത്യമായും പ്രിയപ്പെട്ടവരെ, അതിശക്തമായി കുർബാന എന്ന് പറയുന്ന ഈ ജീവൻ്റെ സ്രോതസ്സ്, ഈ അഭിഷേകത്തിൻ്റെ നീരുറവ, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം നൽകാനാവാത്ത പൊട്ടക്കിണർ കുടിച്ചു. ജെറമ്യാ പ്രവചനത്തിൻ്റെ വചനമല്ലേ? ഈ അപകടത്തിൻ്റെ വഴികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ സന്നദ്ധമാവണം. ജീവൻ്റെ നിലയ്ക്കാത്ത സ്രോതസ്സായ ദിവ്യകാരുണ്യത്തോട് നമ്മെ ചേർത്ത് പിടിക്കാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.